ഓ, ഇനി ഞങ്ങളുടെ ഗുരുവായൂർ കല്യാണം കണ്ടാലോ? ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഗുരുവായൂർ പോയിട്ട് മണ്ഡപത്തിൽ കയറിയിട്ട് മാല ഇടണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് 2 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ചെന്നിട്ട് മാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാരേജ് കഴിയുന്നത് 2022 കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. 2 അമ്മമാരുണ്ടായിരുന്നു, അച്ഛനും പിന്നെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും വൈഫും മോനുമാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ആൾക്കാരാണ് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് താലി കെട്ടാനില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് മാല ഇടാനും സിന്ദൂരം തൊടാനും മാത്രമാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും വലിയൊരു ആഗ്രഹമാണ് കേട്ടോ സാധ്യമായത്. എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര സന്തോഷമായി. ഭയങ്കര എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത അത്രയും ഉണ്ട് സന്തോഷം. എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്ക് അറിയുന്നില്ല. അങ്ങനെ അച്ഛനാണ് കൈയൊക്കെ പിടിച്ച് തന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പ്രാവശ്യം മണ്ഡപത്തിൽ ചുറ്റിയിട്ട് നേരെ ഗുരുവായൂർക്ക് തൊഴുത് രണ്ടുപേരും കൈ പിടിച്ചിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്ത്. ഇത് രാവിലെയാണ് കേട്ടോ, നേരത്തെയാണ്, ഒരു 7 മണി 7:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങളിത് മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതാകുമ്പോൾ ഗുരുവായൂർ പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്ക് ആ പോയതിൻ്റെ ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറേ ലോങ് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഗുരുവായൂർ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയൊക്കെ ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടി ഒരു ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു, കീ ചെയിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാനിത് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല കേട്ടോ ഈ വീഡിയോ യൂട്യൂബിലിടുന്നു. അന്ന് എന്തോ ഒരു എന്താ പറയുക, എന്തോ ഒരു ലെവലിലെടുത്ത വീഡിയോസൊക്കെയാണ് കേട്ടോ. അത് എന്തിനാണ് എടുത്തതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഗാലറിയിൽ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത വീഡിയോസൊക്കെയാണ് കേട്ടോ. അത് ഒരുപാട് ഉണ്ടായിരുന്നു, ഞാൻ കുറേ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇട്ടതാണ്. അങ്ങനെ അച്ഛനും അമ്മയും മുമ്പിൽ നടക്കുന്നുണ്ട്. അമ്മേൻ്റെ കയ്യിലാട്ടോ ഞങ്ങൾ തുളസിമാല ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആനക്കോട്ടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയിപ്പോയി. ഇത് അജീഷ് ചേട്ടനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി.